നമസ്കാരം, എല്ലാവർക്കും ICT ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ യൂണിറ്റ് അവസാനിച്ചപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് കീകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത് അല്ലേ? ഏകദേശം 5ഓളം ഷോർട്ട് കട്ട് കീകൾ ഒരു ടേബിളായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് MTBയിലേക്ക് ചേർക്കാൻ പറഞ്ഞു. ചേർത്തോ? ചേർത്തു. നമുക്ക് നോക്കാം. ഇപ്പം ഒരാൾ എഴുതിയ കീ വേറൊരാൾ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പം നമുക്കതൊക്കെ ഒന്ന് നോക്കാം. ആദ്യത്തേത് Ctrl+C, അത് നമുക്കറിയാം, കോപ്പി ചെയ്യുക. 2 Ctrl+V, പേസ്റ്റ് ചെയ്യുക. Ctrl+S, സേവ് ചെയ്യാൻ. Ctrl+X, കട്ട് ചെയ്യാൻ. Ctrl+A, സെലക്ട് ചെയ്യാൻ. അതായത് നമ്മുടെ ഒരു ടെക്സ്റ്റിനകത്ത് ടൈപ്പ് ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+A. ബാക്കിയുള്ളതൊന്ന് നോക്കിക്കോളൂ. എല്ലാവരും എഴുതി കഴിഞ്ഞോ? നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പോകാം. ഒരു പക്ഷേ MTBയുടെ കവർ പേജൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ആകാംക്ഷയോട് വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ? ഞാൻ അതേ പറഞ്ഞു, നമ്മുടെ ആദ്യത്തെ 3 യൂണിറ്റുകൾ കഴിയുമ്പോൾ MTBയുടെ പണി തുടങ്ങാം. ഇപ്പോൾ MTBയിലെ ടെക്സ്റ്റ് ഇൻപുട്ട് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അതിൻ്റെ കവർ ഡിസൈൻ ചെയ്യാൻ പോകുക. 3 ഇമേജുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നാമത്തെ ഇമേജ്, ഇത് സാധ്യമാകുമോ? പാടാണ്. അടുത്ത ഇമേജ്, ഇതോ? ബുദ്ധിമുട്ടാണ് അല്ലേ? ഈ 2 ഇമേജുകളും ഒരു ഫേക്ക്, നമ്മുടെ വാക്കി പറഞ്ഞാൽ ഫേക്ക് ആണ്, വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ്. എങ്കിലും രസകരമാണ് അല്ലേ? ഈ ഇമേജ് ഒന്ന് ശ്രദ്ധിക്കൂ. ഈ പരിസ്ഥിതി ദിനത്തിന് ഈ ജൂൺ 5-ന് ഒരു കുട്ടി വരച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ, 1-2 ഇമേജുകളെ നമുക്ക് വേണമെങ്കിൽ ട്രോളെന്നോ അല്ലെങ്കിൽ ആ ഗണത്തിലൊക്കെ പെടുന്നത്. രസകരമായ ട്രോളുകളൊക്കെ നമ്മൾ മൊബൈലിലും TV-യിലൂടെയൊക്കെ കാണുന്നുണ്ട് അല്ലേ? അതുപോലെ 3ാമത്തെ ഇമേജുകൾ, ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ആവശ്യം വേണ്ടുന്നൊരു ഇമേജ്, ഇങ്ങനെയൊക്കെയുള്ള ഇമേജുകൾ, ചിത്രങ്ങൾ തയ്യാറാക്കാനാണ് ഈ 2ാമത്തെ യൂണിറ്റ് നമ്മളെ പ്രാപ്തമാക്കുന്നത്. യൂണിറ്റിൻ്റെ പേര് ദ വണ്ടർലാൻഡ് ഓഫ് പിക്ചേഴ്സ്. ഒരു ചിത്രത്തെ നമ്മൾ ആദ്യം കണ്ട രീതിയിലേക്കോ, രണ്ടാമത് കണ്ട രീതിയിലേക്കോ, മൂന്നാമത് കണ്ട രീതിയിലേക്കോ മാറ്റണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലൊരു ചിത്രം ഉണ്ടായിരിക്കണം. എങ്ങനെയൊക്കെ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കൊരു ഇമേജ് കൊണ്ടുവരാം? അതായത് ചിത്രങ്ങൾ ഡിജിറ്റൽ ഇമേജസ് ആക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. എങ്ങനെയൊക്കെ നമുക്ക് ചിത്രങ്ങൾ കൊണ്ടുവരാം? ഒന്നാമത്തെ മാർഗം, ഒരു ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുകയും ആ ചിത്രം നമുക്ക് കമ്പ്യൂട്ടറിലേക്കോ ലാപ്ടോപ്പിലേക്കോ കൊണ്ടുവരിക എന്നതാണ്. രണ്ടാമത്തെ മാർഗം,
മാഗസിനിലോ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ എടുത്തു വച്ചിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് അത് നമുക്കൊരു സ്കാനറിലേക്ക് കൊണ്ടുവച്ച് സ്കാനറിൽ നിന്ന് നേരെ അതിനെ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരാം. സ്കാനർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്, അതുപയോഗിച്ച് നമുക്ക് ഇമേജുകളെ കൊണ്ടുവരാൻ കഴിയും. 3, നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എങ്കിൽ നെറ്റിലേക്ക് പോയി നമുക്ക് ചിത്രങ്ങൾ ബ്രൗസ് ചെയ്ത് അവയെ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാം. 4, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഇമേജ് നമുക്ക് വേണം. ആ ഇമേജിനെ നമ്മൾ എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇമേജ് മാത്രമായിട്ട് കൊണ്ടുവരും? അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉബുണ്ടുവിൽ ഉണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ പേര് ഷട്ടർ. ഷട്ടർ ഓപ്പൺ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ, ആക്സസറീസ്, ഷട്ടർ എന്ന ക്രമത്തിൽ ഓപ്പൺ ചെയ്യുക. ഇതായിപ്പോൾ ഷട്ടറിൻ്റെ വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. എങ്ങനെ നമ്മൾ ഇമേജ് സെലക്ട് ചെയ്യും? ശ്രദ്ധിക്കുക, നമ്മൾ ആവശ്യം വേണ്ടുന്ന ഇമേജ്, അതായത് ഏത് ഇമേജാണോ നമ്മൾ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റാൻ പോകുന്നത്, ആ ഇമേജ് കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൽ തുറന്നു വച്ചിരിക്കണം. ഞാനിവിടെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വയ്ക്കുന്നു. ഈ ചിത്രം ഞാൻ ഡിജിറ്റൽ ചിത്രം മാത്രമാക്കി, ടെക്സ്റ്റുകളെയൊക്കെ ഒഴിവാക്കി ചിത്രം മാത്രമായിട്ട് കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാൻ പോവുകയാണ്. നോക്കിക്കോളൂ. ഷട്ടർ വിൻഡോയിലുള്ള ആരോ ബട്ടൺ പ്രസ് ചെയ്തു. എന്താ സംഭവിച്ചത്? സ്ക്രീൻ മുഴുവൻ ബ്ലാക്ക് കളറിലേക്ക് മാറി. മൗസ് പോയിൻ്റർ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ആ ചിത്രത്തിനെ മാത്രമായി സെലക്ട് ചെയ്യാൻ ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു. ഇതാ നോക്കൂ, അവിടെ ചിത്രം മാത്രമായിട്ട് നമുക്കിപ്പോൾ കാണാം. ഒരു ചതുരത്തിനുള്ളിൽ നിൽക്കുന്ന ചിത്രം. ഒന്നുകിൽ മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇതാ നോക്കൂ, ചിത്രം ഷട്ടർ വിൻഡോയിലേക്ക് വന്നു കഴിഞ്ഞു. ചിത്രം മാത്രമേ വന്നുള്ളൂ, നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മാത്രമാണ് വന്നത്. ഫയൽ മെനു ക്ലിക്ക് ചെയ്ത് സേവ് ആസ് എന്ന ക്രമത്തിൽ ഈ ചിത്രത്തെ നമുക്ക് സേവ് ചെയ്യാം. നോക്കൂ, ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ടെക്സ്റ്റും ഇമേജുമായിട്ടുണ്ടായിരുന്ന ഒരു പേജിൽ നിന്നും ഇമേജ് മാത്രമായി നമ്മൾ സേവ് ചെയ്തിരിക്കുന്നു. അടുത്ത മാർഗം, ഇപ്പോഴും നമുക്ക് ചിത്രം ആവശ്യമുള്ള ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൽ തുറന്നു വെക്കുക. അതിനുശേഷം കീബോർഡിൽ നിന്നും പ്രിൻ്റ് സ്ക്രീൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഒരു ഫോട്ടോ എടുത്ത ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. ഹോമിലെ ഇമേജസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്ത ചിത്രം അവിടെ കാണാൻ കഴിയും. ആ ഇമേജിനെ നമുക്ക് ക്രോപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചിത്രത്തെ നമുക്ക് ഇമേജാക്കി മാറ്റാം. എങ്ങനെ ഒരു ഇമേജ് ക്രോപ്പ് ചെയ്യാം? ക്രോപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളിലൊന്നാണ് കൃത എന്ന സോഫ്റ്റ്വെയർ. ചിത്രത്തെ കൃതയിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ അരികുകൾ ക്രോപ്പ് ചെയ്തുകൊണ്ട് ചിത്രം മാത്രമാക്കി സെലക്ട് ചെയ്ത് സേവ് ചെയ്യാൻ കഴിയും. ഇനി ഇതൊന്നും അല്ല എങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നേരിട്ട് ചിത്രങ്ങൾ വരച്ച് തയ്യാറാക്കുകയും ചെയ്യാം. എന്തിനാണ് ചിത്രങ്ങളെ ഡിജിറ്റലാക്കി മാറ്റിയത്? നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിനകത്തുള്ള ഒരു പ്രോജക്റ്റ്, മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ആ പ്രോജക്റ്റ് തയ്യാറാക്കാൻ പോകുന്നു. അതിന് ആവശ്യമായ ചിത്രങ്ങൾ നിങ്ങളുടെ സ്കൂൾ റിസോഴ്സ് ഫോൾഡറിനകത്ത് ഉണ്ട്. നമുക്ക് സ്കൂൾ റിസോഴ്സിലെ ആ ചിത്രങ്ങളൊന്ന് നോക്കാം. ഹോം ഫോൾഡർ തുറക്കുന്നു. അതിനകത്ത് സ്കൂൾ റിസോഴ്സിൽ നിന്ന് സ്റ്റാൻഡേർഡ് 8 ഇമേജുകൾ തുറന്നാൽ ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒരു ചിത്രം എങ്ങനെ ഓപ്പൺ ചെയ്യാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ചിത്രമായാലും ഫയലായാലും ഓപ്പൺ ചെയ്യാൻ വേണ്ടി ചിത്രത്തിൻ്റെ മുകളിൽ മൗസ് പോയിൻ്റർ കൊണ്ടുവയ്ക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അല്ലായെങ്കിൽ ചിത്രം സെലക്ട് ചെയ്യുക, എൻ്റർ കീ അമർത്തുക. അതുമല്ല എങ്കിൽ ചിത്രത്തിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് ഇമേജ് വ്യൂവർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ചിത്രം തുറന്നു വന്ന ചിത്രത്തിൻ്റെ വലതുവശത്ത് ഒരു പ്രോപ്പർട്ടീസ് ജാലകമുണ്ട്, പ്രോപ്പർട്ടീസ് വിൻഡോ. അവിടെ ചിത്രത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ബേസിക്കായ ചില ഇൻഫർമേഷൻ കാണാം. 1, ചിത്രത്തിൻ്റെ വലിപ്പം. 2, ചിത്രത്തിൻ്റെ ടൈപ്പ്. 3, ചിത്രം എവിടെ സേവ് ചെയ്തിരിക്കുന്നു. ഇനി അഥവാ ചിത്രം തുറക്കുമ്പോൾ ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ ഇവിടെ ചിത്രം മാത്രമേ ഉള്ളൂ, പ്രോപ്പർട്ടീസ് വിൻഡോ ഇല്ല. അങ്ങനെയാണെങ്കിൽ ടൈറ്റിൽ ബാറിൻ്റെ
വലതുവശത്തുള്ള 3 വരകളുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുന്ന മെനുവിൽ നിന്നും സൈഡ് പെയിൻ്റെ വലതുവശത്ത് കൊടുത്തിട്ടുള്ള ബോക്സിൽ ടിക്ക് ചെയ്യുക. മൗസ് എടുത്ത് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അവിടെ പ്രോപ്പർട്ടീസ് ജാലകം ദൃശ്യമാകും. ഇനി ഈ ചിത്രം തുറന്നു വന്നത് ഏത് സോഫ്റ്റ്വെയറിലാണെന്ന് പറയാമോ? നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടതാണ് ഇമേജ് വ്യൂവർ എന്ന സോഫ്റ്റ്വെയറിലാണ് തുറന്നു വന്നത്. ഈ ചിത്രത്തിന് മറ്റ് പ്രത്യേകതകൾ, തുറന്നു വന്ന ചിത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചിത്രത്തിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഓരോ ആരോ കീകളുണ്ട്. മൗസ് എടുത്ത് ക്ലിക്ക് ചെയ്താൽ ഒരു ചിത്രം മാറി അടുത്ത ചിത്രം വരുന്നത് കാണാൻ കഴിയും. മൗസ് പോയിൻ്റർ ക്ലിക്ക് ചെയ്യാതെ കീബോർഡിലെ ലെഫ്റ്റ് റൈറ്റ് ആരോ കീകൾ ഉപയോഗിച്ചാലും ചിത്രത്തെ മാറ്റി അടുത്ത ചിത്രം കാണാൻ കഴിയും. മറ്റെന്തൊക്കെ ഓപ്ഷനുകൾ ഇവിടെയുണ്ട്? ചിത്രത്തിൻ്റെ താഴേക്ക് നോക്കിയാൽ ചിത്രത്തെ വലതുവശത്തേക്കും അതുപോലെ ഇടതുവശത്തേക്കും റൊട്ടേറ്റ് ചെയ്യാനുള്ള 2 ബട്ടണുകൾ കാണാം. ഈ സങ്കേതങ്ങൾ നൽകുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേര് മറക്കണ്ട, ഇമേജ് വ്യൂവർ. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. നമ്മുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ളൊരു ചിത്രമാണ്. ചിത്രത്തിൽ കാണുന്നത് എന്താണ്? വയലിൽ കാളകളെ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്ന കർഷകൻ. ബാക്ക്ഗ്രൗണ്ടിൽ വൃക്ഷങ്ങളുണ്ട്, ആകാശമുണ്ട്, മരങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് മണ്ണും മനുഷ്യനും കാളകളും മാത്രം മതി നമ്മുടെ പ്രോജക്റ്റിലേക്ക്. എങ്ങനെ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം? നമ്മൾ പുതിയ സോഫ്റ്റ്വെയറിലേക്ക് കടക്കുകയാണ്. സോഫ്റ്റ്വെയറിൻ്റെ പേര് ജിംബ് എന്നാണ്. ജിംബ് എന്ന് പറഞ്ഞാൽ ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. 1996 കാലിഫോർണിയ സർവകലാശാലയിലെ 2 വിദ്യാർത്ഥികളായ സ്പെൻസർ കിംബൽ, പീറ്റർ മാറ്റിസ് എന്നിവർ ചേർന്നാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത്. അവരുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. അന്ന് ഇതിൻ്റെ പേര് ജിംബ് എന്ന് തന്നെയായിരുന്നു. എന്നാൽ അതിൻ്റെ ഫുൾ ഫോം ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നായിരുന്നു. 1997 ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ്റെ ഭാഗമായി മാറുകയും അന്നു മുതൽ ജനറൽ എന്ന പേര് മാറ്റി ഗ്നു എന്നാക്കി മാറ്റുകയും ചെയ്തു. ജിംബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന ക്രമത്തിൽ ജിംബ് ഓപ്പൺ ചെയ്യുക. ജിംബ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 3 ജാലകങ്ങളിലായിട്ടാണ് ജിംബ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇടതുവശത്തേത് ജിംബിൻ്റെ ടൂൾ ബോക്സ്, മധ്യഭാഗത്തുള്ളത് ജിംബിൻ്റെ ക്യാൻവാസ്, വലതുവശത്തുള്ളത് ജിംബിൻ്റെ ലെയർ ഓപ്ഷൻസാണ്. ക്യാൻവാസ്, അവിടെ ചിത്രം വരയ്ക്കാനുള്ള സങ്കേതങ്ങളൊന്നും തന്നെ ഇല്ല. ആകെ നമുക്ക് ആക്റ്റീവായിട്ടുള്ളത് ഒരു മെനു ബാർ മാത്രമാണ്. ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ജാലകം ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫയൽ, ന്യൂ, ക്രിയേറ്റ് ന്യൂ ഇമേജ് എന്ന വിൻഡോയാണ് ഓപ്പൺ ആയത്. ഇവിടെയാണ് നമ്മുടെ ക്യാൻവാസിൻ്റെ സൈസ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ചിത്രം വരയ്ക്കുന്ന ക്യാൻവാസിന് എത്ര വലിപ്പം വേണമെന്ന് ഇവിടെ നിന്ന് തീരുമാനിക്കാം. ഡിഫോൾട്ട് സൈസ് എന്ന് പറയുന്നത് ഇമേജിൻ്റെ വിഡ്ത്ത് 640 പിക്സലും ഹൈറ്റ് 400 പിക്സലുമാണ്. പിക്സൽ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് അതിനെ സെൻറ്റിമീറ്ററോ ഇഞ്ചോ ആക്കി മാറ്റാം. തൊട്ട് മേളിലുള്ള ഡ്രോപ്പ് ഡൗൺ മെനുവിലേക്ക് ക്ലിക്ക് ചെയ്താൽ അവിടെ നിന്ന് ടെംപ്ലേറ്റുകൾ ലഭ്യമാണ്. ഒരു പേപ്പറിൻ്റെ സൈസിലോ ടാബ്ലോയിഡിൻ്റെ സൈസിലോ ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് ടെംപ്ലേറ്റുകളിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ ഈ ഡിഫോൾട്ട് സൈസിൽ തന്നെ ജിംബ് തുറക്കുകയാണ്. ഇവിടെ നമുക്ക് ജിംബിൻ്റെ ടൂൾ ബോക്സ് ഇമേജായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ജിംബിൻ്റെ ടൂൾ ബോക്സാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ടൂളുകളെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. ബാക്കി ടൂളുകൾ ഒരു പ്രോജക്റ്റ് അഥവാ ഒരു ചിത്രം നിർമ്മിച്ചുകൊണ്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ 3 ടൂളുകളാണ് ഒരുമിച്ച് പരിചയപ്പെടുത്തുന്നത്. ഒരു റെക്റ്റാങ്കിൾ, ഒരു എലിപ്സ്, ഒരു ഫ്രീ ഹാൻഡ്. 3 എന്തായിരിക്കാം? സെലക്ഷന് വേണ്ടിയിട്ടുള്ള ടൂളുകളാണ്. രണ്ടാമത്തേത് ഒരു പ്ലസ് ആകൃതിയിലുള്ള ടൂളുണ്ട്. ഇതിനെ നമ്മൾ മൂവ് ടൂൾ എന്നാണ് പറയുന്നത്. മൂവ് ടൂൾ തന്നെയാണ് ചിത്രങ്ങൾ പേസ്റ്റ് ചെയ്യാനും ജിംബിൽ നമ്മളെ സഹായിക്കുന്നത്. അടുത്തത് ഒരു റൈസറിൻ്റെ ആകൃതിയിലുള്ള ടൂൾ. റൈസർ എന്ത് ചെയ്യാനായിരിക്കും? ക്രോപ്പ് ചെയ്യാൻ. നാലാമത്തേത് എ എന്ന അക്ഷരമാണ് കൊടുത്തിട്ടുള്ളത്.
എ എന്ന അക്ഷരം അഥവാ ആൽഫബറ്റ് കൊടുത്തിരിക്കുന്നത് അക്ഷരങ്ങൾ നമുക്ക് ക്യാൻവാസിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ ടൂൾ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാം. തൊട്ടടുത്ത് ബക്കറ്റ് ഫിൽ ടൂൾ. ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷം കളർ പെയിൻറ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബക്കറ്റ് പെയിൻറ്റ് ടൂൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നിറം ഫില്ല് ചെയ്യാൻ വേണ്ടി, കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ടൂൾ ബ്ലെൻഡ് ടൂൾ അഥവാ ഗ്രേഡിയൻറ്റ് ടൂൾ. കളറുകളെ മിക്സ് ചെയ്ത് നൽകണമെങ്കിൽ ഈ ബ്ലെൻഡ് ടൂൾ അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ് ടൂളാണ് ഉപയോഗിക്കേണ്ടത്. ഏഴാമത്തേത് പെയിൻറ്റ് ബ്രഷ് ടൂൾ. ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് പെയിൻറ്റ് ബ്രഷ് ടൂൾ. അവസാനത്തേത് 2 കുഞ്ഞു ചതുരങ്ങൾ കാണാം. ഒന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടായിട്ട് ബ്ലാക്ക്. ഇത് ജിംബിൽ ബാക്ക്ഗ്രൗണ്ട് കളറും ഫോർഗ്രൗണ്ട് കളറും ഡിസൈഡ് ചെയ്യുന്ന ബോക്സുകളാണ്. ഡിഫോൾട്ടായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് ഇവിടെ വരുന്നത്. വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടും ബ്ലാക്ക് കളർ ഫോർഗ്രൗണ്ട് വരുന്നു. ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കറുത്ത നിറത്തിൽ മാത്രമേ വരയ്ക്കാൻ കഴിയൂ. ഇത്രയുമാണ് ജിമ്മിൻ്റെ തുടക്കത്തിൽ നമ്മൾ പരിചയപ്പെടേണ്ടുന്ന ടൂളുകൾ. ഇനി എങ്ങനെ നമുക്ക് ചിത്രത്തെ ജിമ്പിലേക്ക് കൊണ്ടുവരാം? ചിത്രം ഉൾപ്പെടുത്താനായി ഫയൽ, ഓപ്പൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിത്രമുള്ള ലൊക്കേഷൻ നമ്മളോട് ചോദിക്കും. ലൊക്കേഷൻ നമ്മൾ കാണിച്ചു കൊടുക്കുക. റിസോഴ്സിനകത്ത് 8th സ്റ്റാൻഡേർഡിനകത്ത് ഇമേജസ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. അവിടുന്ന് ചിത്രം ജിമ്പിൽ ഓപ്പണായി വന്നിട്ടുണ്ട്. രണ്ടാമത് എങ്ങനെ വേറൊരു രീതിയിൽ ചിത്രം നമുക്ക് ജിമ്പിലേക്ക് കൊണ്ടുവരാം? ജിമ്പിൽ കൊണ്ടുവരേണ്ട ചിത്രത്തിൻ്റെ മേളിൽ മൗസ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ വിത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓപ്പൺ വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒത്തിരി ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യം കാണിക്കുന്ന എല്ലാം തന്നെ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയറുകളാണ്. അതിനകത്ത് നിന്ന് ജിംബ് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. ചിത്രം ജിംബിനകത്ത് ഓപ്പണായി കാണാം. മൂന്നാമതായി ചിത്രം നമ്മുടെ ഡെസ്ക്ടോപ്പിലാണുള്ളത് എങ്കിൽ ചിത്രത്തെ ഡ്രാഗ് ചെയ്ത് ജിമ്മിൻ്റെ ക്യാൻവാസിനുള്ളിലേക്ക് പ്ലേസ് ചെയ്യുക. ചിത്രം ജിമ്മിനകത്ത് എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ 3 രീതിയിൽ ഈ സോഫ്റ്റ്വെയറിനുള്ളിലേക്ക് ചിത്രങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ജിമ്മിനകത്തേക്ക് കൊണ്ടുവന്ന ചിത്രം ക്യാൻവാസിന് പുറത്തേക്ക് നിൽക്കുകയാണ്. ആ ചിത്രത്തെ നമുക്ക് ക്യാൻവാസിനകത്തേക്ക് കൊണ്ടുവരണം. ക്യാൻവാസിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഥവാ ഒരു ചിത്രത്തെ വലിപ്പം കൂട്ടാൻ അല്ലെങ്കിൽ വലിപ്പം കുറയ്ക്കാൻ, ചെറുതാണെങ്കിൽ ചിത്രം വലുതാക്കേണ്ടി വരും, വലുതാണെങ്കിൽ ചിത്രം ചെറുതാക്കേണ്ടി വരും. എങ്ങനെ ചിത്രത്തെ ചെറുതും വലുതുമാക്കി മാറ്റാം? ആദ്യം ചിത്രം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാൻ വേണ്ടി ചിത്രത്തിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ടൂൾ ബോക്സിൽ നിന്നും ഈ ടൂൾ ഇവിടെ കാണിക്കുന്നുണ്ട്, സ്കെയിൽ എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. മാറ്റം വരുത്തേണ്ടുന്ന ഇമേജിൻ്റെ മുകളിലേക്ക് ആ ടൂൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചിത്രം ഒരു വലയ്ക്കുള്ളിൽ അകപ്പെട്ടതുപോലെ നിങ്ങൾക്ക് കാണാം. അതായത് സ്കെയിൽ ടൂൾ ഇതിന് ആപ്ലിക്കബിളായി നിൽക്കുകയാണ്. ഇനി ഒന്നുകിൽ സ്കെയിൽ വിൻഡോയിലെ ഹൈറ്റ് വിഡ്ത് നൽകിയിട്ടുള്ള വിൻഡോയിൽ നമുക്ക് ആവശ്യമുള്ള സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ല എങ്കിൽ മൗസ് ഉപയോഗിച്ച് ചിത്രത്തിൻ്റെ അരികുകൾ ചിത്രത്തിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുവന്നും ചിത്രത്തിനെ റീസൈസ് ചെയ്യാൻ കഴിയും. ആദ്യം ഞാനിവിടെ സ്കെയിൽ വിൻഡോയിലെ വലിപ്പം കുറയ്ക്കാൻ പോവുകയാണ്. വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ വ്യത്യാസപ്പെടുത്തുന്നു. ചിത്രത്തിന് വന്ന മാറ്റം ശ്രദ്ധിക്കുമോ? ഇനി അതുമല്ല എങ്കിൽ സ്കെയിൽ വിൻഡോ ഞാൻ അരികിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ്. ഇപ്പോഴും ചിത്രം ചെറുതാകുന്നത് കാണാം. ചിത്രത്തിൻ്റെ വലിപ്പം ആവശ്യാനുസരണമായി കഴിഞ്ഞാൽ സ്കെയിൽ വിൻഡോയിലെ സ്കെയിൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചിത്രം സ്കെയിൽ ചെയ്ത് മാറ്റം വരുത്തി ക്യാൻവാസിൻ്റെ സൈസിന് അനുയോജ്യമാക്കിയിട്ടുണ്ട്. ഇനി ഈ ചിത്രത്തെ നമുക്ക് സേവ് ചെയ്യാം. എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്? മാറ്റം വരുത്തിയ ചിത്രത്തെ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ, സേവ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോയിൽ ശ്രദ്ധിക്കുക, ചിത്രത്തിൻ്റെ പേര് അൺടൈറ്റിൽഡ് എന്നാണ് വന്നിട്ടുള്ളത്. കൂടെ .xcf എന്നുകൂടി കാണാം. .xcf എന്താണ് XCF? ജിംബിൽ സേവ് ചെയ്യുന്ന ചിത്രങ്ങളുടെ എക്സ്റ്റൻഷനാണ് XCF എന്ന് പറയുന്നത്. XCF എക്സ്റ്റൻഷനിൽ ചിത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രോജക്റ്റായിട്ടാണ് സേവ് ചെയ്യപ്പെടുന്നത്. വീണ്ടും ചിത്രത്തെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ചിത്രം ജിംബിൽ മാത്രമേ തുറക്കുകയുള്ളൂ. അതായത്
സേവ് ചെയ്ത ചിത്രത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ജിംബിൽ ഓപ്പൺ ചെയ്യുന്ന ചിത്രത്തിന് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതുകൊണ്ടാണ് XCF എന്ന എക്സ്റ്റൻഷനിൽ വരുന്നത്. നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്താലും ശബ്ദം എഡിറ്റ് ചെയ്താലും മറ്റ് ചിത്രങ്ങൾ എഡിറ്റ് ചെയ്താലും ഒട്ടുമിക്ക എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളും അവയുടെ തനത് ഫോർമാറ്റിലായിരിക്കും ചിത്രങ്ങളോ വീഡിയോകളോ ശബ്ദങ്ങളോ ഒക്കെ സേവ് ചെയ്യപ്പെടുന്നത്. അതൊരു പ്രോജക്റ്റ് ഫയലായിട്ടാണ് സേവ് ചെയ്യപ്പെടുന്നത്. ഇവിടെയും അതുപോലെയാണ് സേവ് ചെയ്യുന്നത്. അൺടൈറ്റിൽഡ് എന്ന പേര് മാറ്റി നിങ്ങളുടെ പേരിലേക്ക് ചിത്രം സേവ് ചെയ്യുക. നേരത്തെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള നിങ്ങളുടെ ഫോൾഡറിനുള്ളിലേക്ക് വേണം ഈ ചിത്രത്തെ സേവ് ചെയ്യേണ്ടത്. സേവ് ചെയ്ത ചിത്രത്തിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ കമ്പ്യൂട്ടറില്ല, ലാപ്ടോപ്പില്ല എന്നൊന്നും കരുതേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാം നമുക്ക് സ്കൂളിൽ പോയിട്ട് ലാബിൽ പോയി ചെയ്യാം. ഇതൊക്കെ എവിടെ നിങ്ങൾ ശേഖരിക്കണം? നിങ്ങളുടെ MTBയിലേക്ക് ശേഖരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ 3-4 ഫയലുകളുടെ എക്സ്റ്റൻഷൻ തരുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഏത് തരം ഫയലുകളാണ് ഇവയെന്ന് കണ്ടെത്തി വയ്ക്കുക. ഒപ്പം പുതുതായി കിട്ടാവുന്ന എക്സ്റ്റൻഷനുകളും ശേഖരിക്കുക. ഇവയെല്ലാം എവിടെ വേണം? നിങ്ങളുടെ MTBയിൽ. അപ്പോൾ നോക്കിക്കോളൂ, ഇന്നത്തെ എക്സ്റ്റൻഷനുകൾ ഇവയാണ്. 1. .odp എന്നുള്ളത് ഏത് ഫയലാണ്? .mp3, .jpg, .mp4, .odt, .ods ഇവയുടെ എക്സ്റ്റൻഷൻ ഏത് തരം ഫയലുകളെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ടേബിൾ നിങ്ങൾ പൂർത്തിയാക്കുക. ഈ ടേബിളിലേക്ക് പറഞ്ഞ എക്സ്റ്റൻഷനുകൾ നിങ്ങൾക്ക് പരിചയമുള്ള എക്സ്റ്റൻഷനുകളുണ്ട്. 1-2 ഞാൻ സൂചിപ്പിക്കാം. JPG ചിത്ര ഫയലുകളെ സൂചിപ്പിക്കുന്നതാണ്. MP4 ചലച്ചിത്ര ഫയലുകളെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഈ എക്സ്റ്റൻഷനുകളെ വേണമെങ്കിൽ കോഡക് എന്നുകൂടി സൂചിപ്പിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോഴേക്കും ഇവയൊക്കെ MTBയിലേക്ക് ശേഖരിക്കുക. നന്ദി.